Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. Your attention please. Train number 56650 Kannur Coimbatore passenger is on platform number Greyhead platform at the south end of platform number 1. നമ്മുടെ assistance call, SMS അല്ലെങ്കിൽ WhatsApp ചെയ്യുക 9382054223 മറക്കല്ലേ. ഇല്ല പെണ്ണേ, മറക്കൂല. ഇത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നത്? അതിന് നിനക്കെന്നാ വേണ്ടി? ഓള് പറഞ്ഞോട്ടല്ല, നിനക്ക് ചെലവൊന്നുമില്ലല്ലോ. എനിക്ക് ബോറടിച്ചതള്ളേ. അച്ഛാ, നമുക്ക് ഒരു ചായ കുടിച്ചാലോ? വൈ നോട്ട്? പണ്ടേ റെയിൽവേ സ്റ്റേഷനിലെ ചായക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. വാ മോളെ മുഹു, നമുക്കൊരു ചായ കുടിക്കാം. എന്നാ വാ പോവാം. എടാ, ഈറ്റിങ് 2 ഇതോടെയാവുന്നു. ഓ പിന്നെ കൂടിപ്പോയ 2 വടയും ചായ തോന്നും. അല്ലാണ്ട് അവിടെ പോവാൻ വാ, നമുക്ക് ഈ പരസ്യം പഠിക്കാം. ഈ നമ്പർ പഠിച്ചിട്ട് തന്നെ ബാക്കി കഴിയും, മറക്കൂല. ചാൻസ് എന്റെ ബാഗ് കൂടി പിടിക്കണേ. എന്റെ എടുത്തോ. എടാ കുട്ടാ, ഇന്ന എന്റെയും മാധവട്ടാ നിങ്ങളെയും കൊടുക്ക് ചെക്കന്. കുട്ടാ, എല്ലാരും ബാഗും പിടിക്ക്. ഞാൻ പറ്റില്ല, ഞാൻ പോന്നു വീട്ടില്. വീടിങ്ങോട്ടാടാ. ഞാൻ നിങ്ങളെ വീട്ടുകാരനേ അല്ലേ. ഞാനും വരുന്നു, എന്നെ ഇങ്ങോട്ട്. കുഞ്ഞിമോളെ, ഞാനും വരുന്നേ. മണ്ണുണ്ണി, നിന്റെ ബാഗ് എടുത്തിട്ട് വാ. എന്തേ പോന്നില്ലേ? നീ ഓടറാ. അനക്ക് നിങ്ങളില്ലാണ്ട് ഒരടി നീങ്ങൂല മാധവട്ട. നമ്മൾ അങ്ങ് നിങ്ങെത്തുന്നവരെ നിങ്ങൾ എന്റെ കൈ വിടാൻ പാടില്ല. വിട്ടാ സത്യമായിട്ട് ഞാൻ കഴിയും. നടക്കന്റെ രതു, ഞാൻ നിന്റെ അടുത്ത് നേടിയും പോവില്ല. പോരെ. മറക്കല്ലേ. 9382054223. ഈ ചക്കനിതെന്ത് ഇങ്ങനെ? എന്റെ കണ്ണ, അടുത്ത ട്രെയിന് ഞാൻ ഉന്തിടും, ഉറപ്പായിട്ട് നോക്കിക്കോ. ഇതെന്ത് കഷ്ടവാ. മനുഷ്യനിടെ രാത്രി വരെ ഓഫീസിലെ പട്ടിപ്പണി എടുത്തു വന്ന് വീട്ടിൽ കേറിയപ്പോ തുടങ്ങി അച്ഛനും അമ്മയും മോളും കൂടി അതെടുക്ക് ഇതെടുക്ക്, ആടപ്പോ ഇടപ്പോ ജഗ പോക. എന്നിട്ട് 1 മണിക്കൂർ ശേഷമുള്ള ട്രെയിനിൽ 2 മണിക്കൂർ മുന്നേ കൊണ്ട് ഇരുത്തിയതും പോരാ, മനുഷ്യനെ സ്ട്രെസ് ഫ്രീ ആവാനും വിടൂലേ. റെയിൽവേ സ്റ്റേഷൻ വല്ലാണ്ട് മാറിപ്പോയി. മാറിയാ? ഇല്ലല്ല. അതിന് നിങ്ങപ്പ ലാസ്റ്റ് ഇട വന്നിനി? അല്ല, മെഹറു ഓട്ടന് കൊടുത്തു. വരുന്നു. ട്രെയിൻ വരാനായ? എടാ ഉണ്ണി, ട്രെയിൻ എടുത്ത് നോക്ക്. ഗൈസ്, ഒരു ചെറിയ പണി കിട്ടി. ട്രെയിൻ ഒരു 1.5 മണിക്കൂർ ലേറ്റാണ്. വാട്ട്? അമ്മേ, ഒരു സാരി ഇരുവാ, ഞാൻ ആ നിലത്തങ്ങ് വിരിച്ചു കിടന്ന് ഉറങ്ങിക്കോളും. പോടാ, ഞാൻ വരൂല. മാവി, ഒരു സാരി. അയ്യടാ. മെഹറു, ഒരു ഷാളെങ്കിലും. പോടാ, ഞാൻ തരുന്നില്ല. ആരും തരൂല? തരണ്ട, ഞാൻ ആ കാസേരുമ്പോ നിങ്ങൾ ഉറങ്ങിക്കോളും. ഹോ, എനക്കും വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ട്. എല്ലാരും കിട്ടിയ സ്ഥലത്ത് അങ്ങ് ഇരുന്ന് ഉറങ്ങി കുറച്ച് സമയം. ട്രെയിൻ വരുമ്പോ ഞാൻ വിളിക്കാം.
മോനെ എന്തിനാതു മാധവേട്ട നമ്മുടെ മോൻ നമ്മൾ ഏതു മോൻ, വലുതാ ചെറുതാ? കുഞ്ഞിമോൻ. എടാ കുട്ട, നിന്നെ വിളിക്കുന്നടാ. എന്തമ്മ കൂടെ കണ്ട മൃഗമേ, നീ ഒന്നല്ല മാധവേട്ട. എന്റെ മോൻ, എന്റെ കുഞ്ഞിമോൻ. ഇവനല്ലേ? എന്താ ഉണ്ണിയായിരിക്കും. എടാ ഉണ്ണി, അമ്മ വിളിക്കുന്നടാ. ഈ പോത്തൊന്നല്ല, നീ പോടാ, നീ ഏതാ? എന്ത് പറ്റിയാതമ്മേ, നിങ്ങളെ വല്ല സ്വപ്നവും കണ്ട? ആ മോളെ ഞാൻ കണ്ട്. മാധവേട്ട, ഞാൻ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നീ ബാലാമണി കളിക്കാണ്ട് കണ്ടത് പറരാതു. അതുണ്ടല്ല മാധവേട്ട, ഒരു പെരുമഴക്കാലം, തുരാതെ മഴ പെയ്യുന്നു, എല്ലായിടത്തും വെള്ളം കെട്ടിക്കുന്നത്, അതും ചളിയും വെള്ളം. കൊറേ ആൾ ഓടുന്നു, ഒരു 6-7 ആളുണ്ടാവും. എനിക്ക് ശരിക്കും അങ്ങോട്ട് എണ്ണാൻ പറ്റിയിട്ടില്ല, മഴയായോട്ട് കണ്ടുപിടിക്കുന്നില്ല. പക്ഷേ ഓരെല്ലാം കൈമേലുണ്ടല്ല, കത്തിയാളെല്ലാം ഉണ്ട്. ഇനി അതെല്ലാം എന്തിനാന്നറിയാം, എന്റെ മോനെ കൊല്ല. അവരെല്ലാം എന്തിനാ ഓടിയെന്ന് പറയാം, എന്റെ മോനെ കൊല്ല. എന്റെ മോനെ കുഞ്ഞിമോ മാധവേട്ട. ഏത് കുഞ്ഞി? ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞി, ഫുൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ഞാനല്ലാട്ടാ, നീയാണ്. ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാ ജനിച്ചേ. എന്റെ കുഞ്ഞിക്ക് ചുറ്റുണ്ടല്ലോ തീ. നീയാണെങ്കിൽ അമ്മേ അമ്മേന്ന് വിളിച്ച് കരയുന്നു. ഞാനാണെങ്കിലോ റെയിൽ പാലത്തിന്റെ അപ്പുറം. എടാ, ഇതിലൊരു ലോജിക്കില്ലല്ലോ. നീ കേട്ടിട്ടില്ലേ, സ്വപ്നത്തിന് ലോജിക്കില്ല. നോക്കറ ഒരുത്തി സീരിയസ് ആയിട്ട് അടിയിരുന്ന് കഥ കേൾക്കുന്നു. അതുപോലെ അങ്ങ് ഇരുന്നാ മതി. അപ്പോ എന്റെ മാധവട്ടെ കറുത്ത ജാക്കറ്റും മാസ്ക് ഇട്ടിട്ട് ഒറ്റത്തുള്ളു. മാമനാരു ലിംഗനാ. നീ ഈ സ്വപ്നം ഇതെപ്പോഴും കാണുന്നുണ്ടല്ലോ. എനക്കറിയില്ല മാധവട്ട, നമുക്ക് ഏതോ കുട്ടീനെ കിട്ടാനുണ്ട്. കുട്ട, ഇവരിതൊന്നിനെ കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിങ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ചെയ്യട്ടല്ലേ, അവരെ എൻജോയ് ചെയ്യട്ടെന്ന്. ഞാനും എന്റെ അച്ഛന്റെ പാത പിന്തുടരും. പറ്റുന്ന കാലം വരെ ഞാനും പ്രൊഡ്യൂസ് ചെയ്യും. മീനാക്ഷിയെ, ദിവസം രാവിലെ മുട്ടയും പാലും ഒരു നേന്ത്രപ്പഴവും തിന്നണം. ആരോഗ്യമെല്ലാം നോക്കാൻ സമയമായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് അതിന് സമയം കിട്ടിയെന്ന് വരൂല. മാധവട്ട, നമുക്ക് അടുത്തടുത്തിരുന്ന് ഉറങ്ങേ. നിനക്ക് ഇരുന്നുറങ്ങിയ നടുവേദന വരൂലേ രാധു? പിന്നെ ഇത് ഡബിൾ ഡക്കർ കിടക്കല്ലേ, അനക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് കിടക്കേ. വേണ്ട, അനക്ക് നിങ്ങളെ കൈ പിടിച്ചിരുന്ന് ഉറങ്ങിയാ മതി. സുഷുവേ, നീ താഴെ കടന്നോ ഏട്ടാ? ഞാൻ മേലെ കിടക്കാം. നീയാറ്റം മേലെ കടന്നു ഉരുണ്ട് താഴേക്ക് വീണിട്ടുണ്ടെങ്കിലോ? നിനക്ക് ആ ഉറക്കത്ത് ഉരുളുന്ന സ്വഭാവം ഉള്ളതാണ്. താഴെന്ന് അടിച്ചെടുക്കേണ്ടി വരും കേട്ടാ. എണീച്ചു പോ മനുഷ്യ, ഞാൻ ഇരുന്നുറങ്ങിക്കോളും. ഈ തിങ്ങളെല്ലാം കൂട്ടി വന്ന ഞാൻ ആരായി? ഒരു മൈൻഡ് ഉണ്ടോ നോക്കറ? പുല്ലുതല്ല. കണ്ടാ, ഓൻ പറഞ്ഞേ നോക്ക് ഒരു വിലയുമില്ല. നോക്കറാ നടന്നു പോന്ന്. കണ്ടാ ദേവു? ചാരുമോളെ, ഇത്താളെ എന്റെ പിള്ളേരെ നശിപ്പിച്ചു വെക്കത്തു. നല്ല പാട്ടല്ലേ? ആട്ടക്കാരാ കാത്തിരിക്കുന്നേ. ഇത് സീരിയല്? ഇത് സീരിയലൊന്നല്ല, സിനിമയാടാ. നീയല്ലേ പറഞ്ഞ സീരിയൽ കണ്ടാ ചാവും. എന്നാടാ ഒരച്ഛ ലച്ചുനെ ഡീറ്റി വിളിക്കുക. എന്ത് കഷ്ടാണ്. മനുഷ്യൻ ഉറങ്ങാനും വിടൂല, ഒന്നും മിണ്ടാണ്ടിരിക്കുവാ. കുറ്റൻസ് എന്തു മോളെ? ഉറങ്ങണം. ഉറങ്ങിക്കോ. ലച്ചു വിടുന്നില്ല. ലച്ചു എന്നാടാ?
നിങ്ങൾ എന്താ പിള്ളേർ ഉറങ്ങാൻ വിടാത്തെ? നല്ല പാട്ട് ആട്ടക്കാരാ. ഇപ്പൊ സമയം 2 മണി. കേരള കർണാടക ബോർഡർ. പ്രേതഭൂതങ്ങളൊക്കെ ഇങ്ങനെ AC കോച്ചിൽ കയറാൻ കാത്തു കിട്ടി നിൽക്കുന്നുണ്ടാവും. ഗോവ കാണാണെങ്കിൽ ഉറങ്ങിക്കോ. ഞാൻ കണ്ണൂരിന്നേ ഉറങ്ങി. ഇതിനാണ് വലിയ ഷോ. വാ ജാലിമ, നമുക്ക് ഉറങ്ങാം. കുട്ടൻസ്, ഇതാ. എന്റെ പൊന്ന് ദേവൂട്ടിയെ, ഈ പാട്ടാന്നാ ഇപ്പൊ കേൾക്കുക. നിനക്ക് തീരെ സോങ് സെലക്ഷൻ ഇല്ലാട്ടോ കറോത്തി. ഇത്രയും നല്ല ആൽക്കഹോളിക് ക്ലൈമറ്റ്, നല്ല സുന്ദര സുരബലമായ ട്രെയിൻ യാത്ര, നീണ്ടു നിവർന്നു കിടക്കുന്ന കൊച്ചുവേളി എക്സ്പ്രസിന്റെ തണുത്ത AC കോച്ച്, 91, 92 സീറ്റ് നമ്പറിൽ നിന്റെ കൂടെ ഇത്രയും സുന്ദരനും സുമുഖനും സുശീലനുമായ ചെറുപ്പക്കാരനായ ഞാൻ. ഫുൾ നിശബ്ദത. എന്തേരാണ് പോണൊരു ഗ്യാസ് ഓയിന് ഇങ്ങതാ ഞാൻ വെക്കാൻ നല്ല പാട്ട്. പുഷ്പൻ വെച്ച കടിക്കും ഞാൻ. ഓ, പുഷ്പനൊന്നല്ല. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ജീവം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഇതേടാ സ്ഥലോ? ഉടുപ്പി ഇറങ്ങുന്ന കൃഷ്ണനെ കണ്ടിട്ട് വരാം. ഓ, എനക്കറിയാം. ഞാൻ എന്റെ ദാമോട്ടന്റെ അപ്പരം വന്നിനി. എന്റെ മാധവിനി ഇരുന്നാ ചോറ് കൊടുത്തിനി. എന്നാ പോയി തൊഴുതിട്ട് വാ. വരട്ടാ, ഞാൻ വേഗം പോയിട്ട് വരാടാ മോനെ. ഡ്രൈവറോട് വണ്ടി എടുക്കല്ല പറയണേ. പിന്നെ എന്റെ അച്ഛനല്ലേ ഡ്രൈവർ. ഞാൻ പറഞ്ഞതല്ലേ ഉണ്ണി ഈ കളവിനെ കൂട്ടണ്ടോന്ന്. ആരടാ നിന്റെ കളവി? മോനെ ഉണ്ണി, അമ്മക്കൊരു കാപ്പി വാങ്ങിത്താടാ. അതിന് നിങ്ങിങ്ങനെ ഓവറായിട്ട് അഭിനയിച്ച് കൊളാക്കുന്നു. ഞാൻ വാങ്ങിത്തരാം. എനക്കും മോനെ. അനക്കൊരു പാല്. എനക്കും പാല് മതി. മാമീരെ കട്ടൻ കാപ്പി കുടിച്ച് മടുത്ത്. കണ്ണ, അനക്ക് ഒരു ബൂസ്റ്റും ഒരു ഓംലെറ്റും. വേറെന്തെങ്കിലും മെനു കാർഡ് എടുക്കട്ടെ മാഡം? അല്ല, തമ്പുരാട്ടിമാരെന്തെങ്കിലും ഒഴിഞ്ഞ അതങ്ങ് മേടിച്ചു കൊണ്ടുതരേനു. എനിക്ക് വേണ്ട കുച്ചൻസ്, ഞാൻ കപ്പ് നൂഡിൽസ് കഴിക്കും. ഓ, ഇംഗ്ലീഷുകാരി. ഇനി നിനക്കോ? എനക്കൊന്നും വേണ്ട, ഞാൻ നൂഡിൽസ് കഴിക്കും. ട്രെയിനിൽ നിന്നൊന്നും വാങ്ങി തിന്നാൻ പാടില്ലാന്ന് അച്ഛൻ പറഞ്ഞു. കൃഷ്ണേട്ടന്റെ അടുത്ത് ഒന്നും തിന്നാൻ പാടില്ല എന്റെ അച്ഛനും എന്നോട് പറഞ്ഞു. ആ പറഞ്ഞ അച്ഛൻ ഞാനല്ലാട്ടാ. കുറച്ച് വെള്ളം കുടിക്കും സുഷുവേ. ഛർദിക്കും മനുഷ്യ. ഛർദിക്കുന്നതിന്റെ അത് പോട്ട്. ഇല്ല, കുറച്ച് കുടി സുഷു. കൂച്ചുപിടി
പിടിച്ച് മനുഷ്യ കൊച്ചു പിടിച്ച് കാണല്ലോ എന്റെ രാതു. ഇല്ല ഇല്ല ആ നേരായാ ഇപ്പഴോ? ഇപ്പൊ ഒരു സുഖമുണ്ട്. ബാ, നമുക്ക് ആ ഡോറ് വരെ പോയിട്ട് നടന്നിട്ട് വരാല. എത്ര നേരം ഇരിക്കുന്നു? അടുത്ത നിനക്ക് നടുവേദന ആയിരിക്കും. എവിടെ പോന്നളിയാ? കുറച്ചു നേരം ആ ഡോറിന് പോയി നിന്നിട്ട് വരാടാ. അല്ലെങ്കിൽ നിന്റെ പെങ്ങള് ഗോവ എത്തുന്നതിന് മുന്നേ വീഴും. എന്നാ ബാ സുഷു, നമുക്കും കുറച്ച് ശുദ്ധവായു ശ്വസിക്കാം. അന്നേരം നിന്റെ എനർജി എല്ലാം തിരിച്ചു വരും. ഇങ്ങനെ ഇരുന്ന എന്റെ സുഷു ആവൂലേ? ഡോറിന്റെ അടുത്ത് പിള്ളേർ രണ്ടും ഉണ്ട്. ബാ, നമുക്ക് ആ പിള്ളേരെ രണ്ട് ചീത്ത പറയാം. അന്നേരം നിന്റെ എല്ലാം ശരിയാവും. എന്നോടൊക്കെ മനുവാട്ടാ. നീ അങ്ങനൊന്നും വിളിക്കല്ലേ സുഷു, നാണം വരുന്നു. അയ്യോ മെഹറു, എന്നെ ഒന്ന് കേശവട അല്ലല്ല കണ്ണേട്ടാന്ന് വിളിക്ക്. കണ്ണേട്ടാ മണ്ടോട, അച്ഛൻ പറഞ്ഞ ശരിയാണ്, നാണം വരുന്നു. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. എന്റെ മോള് വാ, ഞാൻ കുറച്ച് വിപുലമായിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം. എന്ത് ദൈവം നീ നോക്കുന്നേ? നോക്ക് ചാരു, മാമനും മാമിയും അങ്കിളും സുഷു കണ്ണേട്ടനും ചേച്ചിക്കുട്ടിയും അവര് എത്ര ഹാപ്പിയാലേ. ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് ശരിയാ, പക്ഷേ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ കണ്ടില്ലേ? മാമൻ മാമീനെയും അങ്കിൾ സുഷുവിനെയും എങ്ങനെയാ കെയർ ചെയ്തേന്ന്. ഇതുപോലെ തന്നെയാ എനിക്ക് വയ്യാണ്ടായപ്പോ കുറ്റീൻസും എന്നെ നോക്കിയേ. ഇതുപോലെയോ? യെസ്, ഇതുപോലെ എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് വൈഫിനെ നോക്കുന്ന പോലെ. അതിന് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയില്ലല്ലോ, നിങ്ങൾ ലവേഴ്സ് അല്ലേ? ലവേഴ്സോ? ആ അതെ, അന്ന് തെയ്യത്തിന് അടിയുണ്ടായപ്പോ വലിയേട്ടൻ പറഞ്ഞില്ലേ നീ ഏട്ടന്റെ പെണ്ണാന്ന്. ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാ ആ ബ്രേസ്ലെറ്റ്. ഉണ്ണേട്ടൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ വാങ്ങിക്കൊടുത്തതാ അത്. അതുകൊണ്ട് എന്നെ ഏട്ടനത് ഒരുപാട് പ്രിയപ്പെട്ടതാ. ആരെ കൊണ്ടും തൊടിക്കൂല, കണ്ണേട്ടന് പോലും ഇടാൻ കൊടുത്തിട്ടില്ല. അത് വലിയേട്ടൻ എനിക്ക് തന്നില്ലേ? അപ്പോ അപ്പൊ നമ്മള് ലവേഴ്സ് ആണോ ചാരു? അപ്പോ എനിക്കിനി മനസ്സിലായിട്ടില്ല. ശരി, കണ്ണേട്ടൻ നിന്റെ ആരാ? ബ്രദർ. ഉണ്ണിയേട്ടനോ? ബിഗ് ബ്രദർ. അപ്പോ കുട്ടേട്ടനും ബ്രദറാ അല്ലേ? നോ, പിന്നെ ഫ്രണ്ടാണോ? അപ്പൊ പിന്നെ നിന്റെ കുട്ടൻസ് നിന്റെ ആരാന്ന് നീ എന്നെ നന്നായി ആലോചിക്കും. ചരുമാ, രക്ഷിക്ക് ചരുമാ. എന്റെ മണ്ണുണ്ണി ഒന്ന് മെല്ലെ പറ, ലച്ച് ഉറങ്ങുന്നുണ്ടേ. ഹലോ, താങ്കൾ ഇവിടെ ഉണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം. ചാരു, എന്തു പറ്റി? അനക്കറിയില്ല, കുട്ടൻസ് തന്നെ ചോദിച്ചോക്ക്. ചാരുവേ, നീ ഒന്നിങ്ങോട്ട് വാ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തു പറ്റി? പപ്പനെ മിസ് ചെയ്താ? കെട്ടിപ്പിടിക്കാം. Shut up, കുട്ടൻസ്. Don't disturb me. ഇതെന്തു പറ്റി? മൂഡ് സിങ്സ് ആണോ? കഴിഞ്ഞ മാസം 19 ഡേറ്റ് പറഞ്ഞേ, ഈശ്വര ഇന്ന് 18. ഉണ്ടാടിക്കാം, അതാ നല്ലത്. സത്യം പറയടി, നീ എന്തടി ഓളെ ചെയ്തേ? ഞാനൊന്ന് ഇറങ്ങി നോക്കിയതാണ്, ചിലപ്പോ ബിരിയാണി കിട്ടിയാലോന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടി. പണ്ടേ എന്റെ ഒന്നും പഴക്കാറില്ല. നീ ഇതെന്ത് തേങ്ങയാ പറയുന്നു? മലയാളത്തിൽ പറ. ഇങ്ങനൊരു പൊട്ടൻ. എടി ഭീകരി, എന്റെ പേരെ നടന്നിട്ട് നീയും സൈക്കാട്രിസ്റ്റ് ആയല്ലേ? യു ആർ ക്വാളിഫൈഡ്. ഓ പിന്നെ അതിന് എനക്ക് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ആ പൊട്ടൻ ഇത് എത്ര കാലായി അറിയതൊന്നും ഓളെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ നടക്കുന്നു. അങ്ങനെ ഒന്നും നോക്കിയപ്പോ മനസ്സിലാവാൻ പോകുന്നില്ല. ഓക്ക് മനസ്സിലാവണമെങ്കിൽ ഓളെന്നെ വിചാരിക്കണം. അല്ലാണ്ട് നീങ്ങി ആരെന്ത് പറഞ്ഞിട്ടും ഓക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ട. ഇങ്ങനെ ഒരുത്തൻ ഓളെല്ലാം സ്വയം തന്നെ മനസ്സിലാക്കും. നമ്മ ജസ്റ്റ് ഒന്ന് ഓക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. തൽക്കാലം ഇയാൾ ഇത്ര അറിഞ്ഞാൽ മതി. നടക്കാൻ കൂട്ടും.
രാധേ മാധവ്. ഞാനാ. പ്രൂഫാടാ. പി മാധവൻ. ഞാനാ. രാധിക മാധവൻ. ഞാൻ കണ്ട് അർജുൻ മാധവ്. ഓ ഇവിടെയുണ്ട്. എന്നാ മനോഹരൻ കെ. ടീട്ടേട്ടാ ഞാൻ മനോഹർ. മനോഹരനല്ല മനോഹർ. അത്രക്ക് അലങ്കാരൊന്നും വേണ്ട, അടിരി. സുഷമ മനോഹർ. ഓ ഞാൻ അനിച്ച എന്റെ ആധാരം എടുത്തു കൊടുക്ക്. കേശവ് മനോഹർ. ഹായ്, കേശവ് മനോഹർ. അടുത്തത് ഇരിക്കടാടാ. മെഹറും നീസ കേശവ്. എടാ പൊട്ടാ, നീ എന്റെ പേര് മാറ്റിയാ? ഏ ഞാനൊന്നല്ല. അല്ല അതല്ലിപ്പം അങ്ങനെയല്ലേ. എന്താ ഡൗട്ടിയെ? ആദാന്റെ നെയ്മല്ല ലിസ്റ്റില് ഡിഫറൻസ് ഉണ്ടല്ലോ. നിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടും തോന്നുന്നു മെഹറു. സർ, കല്യാണം കഴിഞ്ഞിട്ട് 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. കണ്ട ഫോട്ടോയിലെ ആളെന്നെ ഇയാള്. ചിരിച്ചു കൊടുക്കും മെഹറു. വേണ്ട, എനിക്ക് കാഴ്ചക്കുറവില്ല. ലക്ഷ്മി ദാമോദരൻ. ഇതാരടാ? നമ്മളാരും വരെ ടീട്ടേട്ടാ. അപ്പുറത്തെ സീറ്റിൽ പോക്കോ, ഇടിയല്ല. സീറ്റ് നമ്പർ 89 ലക്ഷ്മി ദാമോദരൻ. ലച്ചു ഉള്ളടാ. വിളിക്കുന്ന. ആരാടാ? എന്നെ ഒന്നും വിളിച്ചിട്ടല്ല. എന്റെ പൊന്നെ ലച്ചു, ഒന്ന് എണീറ്റ് ഞാനാന്ന് പറ. അത്ര പറഞ്ഞാ മതിയാടാ കുഞ്ഞിക്കുട്ടാ. ഓ മതി, പറ്റുമെങ്കിൽ ആധാർ ഒന്ന് എടുത്തു കൊടുക്ക്. എന്റെ അടുത്തൊന്നുമില്ല. ആ ഉണ്ണിയുടെ അതിനായിട്ടുണ്ടാവും. ഓ ഞാൻ കൊടുത്തോളാം. കുട്ടാ, ആരടാ മോനെ ആ പെണ്ണുങ്ങ? എന്തിന് എന്റെ ആധാർ എടുത്തു കൊടുത്തിനി? എന്റെ ലച്ചു, നിങ്ങളെ പേരെന്നാ? ലക്ഷ്മി. നിങ്ങളെ കെട്ടിയവന്റെ പേരെന്നാ? ദാമോദരൻ. ദാമോദരൻ. ദാമുവിന്റെ ഫുൾ പേരെന്നാ? ദാമോദരൻ. ഓ, ലക്ഷ്മി ദാമോദരൻ. ആ ഞാൻ വീട്ടി മോനെ ഞാനാണ് കേട്ടാ. ആധാർ കാർഡിന്റെ നെയിമായിട്ട് മാറ്റിണ്ടല്ലോ. അല്ല അത് പിന്നെ ഗുമ്മൊട്ടും കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. ആളെല്ലാം സെയിം തന്നെയാ. വെറുതെ ഇത്രയും പഠിപ്പിച്ച് ഒരു കാര്യം ഉണ്ടായിട്ട. ശ്രാവണി കൃഷ്ണ. ഇന്നാ ടിറ്റി. ഈശ്വര, അടുത്ത പേര് കേട്ട രാധു എന്നെ കിട്ടും. സ്കൂട്ടാവുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഈ പേരൊന്നും വിളിക്കില്ലല്ല. ഇയാൾ എന്തിനീ അറ്റൻഡൻസ് എടുക്കുന്നു? ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരേ. എല്ലാരെയും വിളിച്ചിട്ട് പോവാടാ, നീ ഇരിക്ക്. അതെല്ലേ, പോരട്ടെ തന്നോ. ദേവയാമി അർജുൻ. അല്ല തൊറോത്തി, നീയല്ലേ ദേവയാമി? യെസ്, കൊച്ചിൻസ് അല്ലേ അർജുൻ? ആണല്ലേ. അപ്പോ നിന്നെയാണോ വിളിച്ചിനി? ടിറ്റി മോനെ, ദേവയാമി അർജുൻ അല്ല, ദേവയാമി ഗോണ എന്താണിപ്പാ ഗോ. അല്ലെങ്കിൽ വേണ്ട, ദേവയാമി അർജുൻ തന്നെ മതി. മോളെ ദേവു, എണീച്ചിട്ട് ആ ഫോട്ടോ കൊടുക്ക്, അതാ നല്ലത്. കുടുംബി കാണിച്ചു തരാട്ടോ. കഴിഞ്ഞില്ലേ അറ്റൻഡൻസ്? ഒന്ന് പോയിക്കൂടെ? മോനെ ടിറ്റി, നിന്റെ പേരെന്നാ? എന്റെ പേര് നന്ദഗോപൻ മരക്കാർ. ഓ, വലിയ പേര്. മോനെ നന്ദു, നിന്റെ വീടാടാ? ഓ, നമ്മള് പാലക്കാട്ടുകാര്. പാലക്കാടാ? ആടെ നമ്മളെ അണ്ണന്റെ വീടുണ്ട്. അണ്ണനാ? ഏതണ്ണനടാ? അണ്ണന്റെ പേര് യാദവ് മേനൻ. കാണാൻ ഈ കൂട്ടന്റെ കണ്ണ് നമുക്ക് പോലെയുണ്ടെങ്കിലും ഇവന്റെ അത്ര വൃത്തിയുടെ സ്വഭാവം നല്ല. ചെക്കൻ നല്ല നീറ്റാണ്. ഓന്റെ അമ്മ വീട് വന്ന് തഞ്ചാവൂര്. മതി, അപ്പുറത്തെ സീറ്റിലും ആളുണ്ട്. നിങ്ങ ഫാമിലിയാണ്? പറ്റിപ്പോയി. ഒരു കാലത്തും മറക്കൂലട്ടാ.
തെണ്ടി ഏട്ടാ പന്ന പട്ടി. 2 മണിക്കൂർ 2 മണിക്കൂർ ഓടി. അതുവരെ കമാന്നൊരക്ഷരം മിണ്ടാൻ പാടില്ല ഒരാള്. എനക്ക് കുറച്ച് സമാധാനം വേണം. ചുപ്പ്, ഇനി മിണ്ടിയ നിങ്ങ എന്റെ ആരുമല്ലാന്ന് പറയും ഞാൻ. പോയിട്ട് പിച്ച എടുക്കേണ്ട ഒരു പിച്ച. കന്നേട്ടാ, എനിക്ക് വാഷ്റൂമിൽ പോണം. കന്നേട്ടൻ എവിടെ പോയി? ഓനൊരു കോള് വന്നിട്ട് പോയി. ഓക്കെ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാം. എന്താ കുറ്റൻസ്? നിനക്ക് എന്ത് പറ്റി? എന്ത്? ഒന്നുമില്ല. കള്ളം പറയല്ല ദേവു. പറ, വയ്യ നിനക്ക്? നത്തിങ്. ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ മുഖമൊന്നും അറിയാം, എനക്കറിയാൻ പറ്റും. എന്ത് ദേവൂട്ടി, നീ എന്നാ ഈ കുഞ്ഞി തലയിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു? ശരി ശരി, ഇപ്പൊ പറയാൻ പറ്റുന്നില്ലേ? പറയണ്ട. നിനക്ക് പറയാൻ തോന്നുമ്പോ പറഞ്ഞാ മതി. എന്നാ പിന്നെ ഈ മോന്ത കേറ്റി വെച്ചിരിക്കാണ്ട് നല്ല ജിൽ ജിൽ ദേവൂട്ടിയായിട്ടിരിക്കും. ട്രിപ്പെല്ലാം പോകുമ്പോ ലച്ചുവിനെ പോലെ പയറ് പോലെ ഇരിക്കണം. അല്ലാണ്ട് അമ്മൂട്ടിയും അമ്മേനെയും പോലെ ഇങ്ങനെ തൂക്കം പിടിച്ചിരിക്കാൻ വേണ്ടി പാടില്ല. ചെന്താൽ മിഴി പൂന്തേൻ മൊഴി കണ്ണീനു പുറത്തോട്ട് നോക്ക്, ഗോവ എത്തി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മധുമലർമണി തൊട്ടിലെ പൊന്മാനോ പാൽക്കനോ. എന്താവണം ഇവിടത്തെ കാറ്റാണ് കാറ്റ്. നമ്മ എത്ര സ്വപ്നം കണ്ടതാന്ന് അല്ലടാ കുട്ട. നശിച്ച് എന്റെ പൊന്നു ഗോവേ, നിന്റെ വിധി. गुड इवनिंग सर. गुड इवनिंग सर, आप और आपके परिवार के लिए गाड़ी आ चुकी है. ठीक है, हम कहाँ रहते हैं? क्या सभी तैयार हो ना? हाँ सर, आप फिक्र मत, एवरीथिंग इज ओके. നിനക്കെന്തെങ്കിലും മനസ്സിലായ നാത്തൂനെ? ഇവനാരോ ആണെന്ന് മനസ്സിലായി. മാധവേട്ട, ഇവൻ നമ്മളെ ചെക്കൻ തന്നെയാ. ഒരു സംശയമില്ല, എന്റെ മോൻ തന്നെ. പഠിപ്പിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല. പോര് പോര്, വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്റെ വില കളയരുത്, ഡീസന്റ് ആയിട്ടിരിക്കണം പ്ലീസ്. മോനെ കുട്ട, ഒന്നുമില്ലേ, നമ്മള് ഗോവയിൽ ഇത്ര വലിയ ആളെ വീട്ടുകാരല്ലേ, തിരിച്ചെന്തെങ്കിലും പറയണ്ടേ? അതല്ലേ നമ്മളെ കുടുംബത്തിന്റെ മര്യാദ. അതെ അതെ, മാമി ഒരു ശുക്രിയ അങ്ങോട്ട് പറ. आइए साहब, आइए मैडम. थैंक्स. താങ്ക് യു. ശുക്രിയ.
മോനെ നിന്റെ ആരെങ്കിലും വീട് കണ്ണൂരുണ്ടാ? മാഡം ഏതോ ഒന്ന് മിസ്സിംഗ് എന്നല്ല. ലച്ചു നിന്റെ മാമനാണ് മടക്കിയപ്പുറത്തെ രാഘവൻ എന്ന രാമുവേട്ടന്റെ ഫ്രണ്ട്. രാഘവേട്ടന്റെ മരുമോന്റെ മോനെയെല്ലാം ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് നടക്ക് അജായേ. അപ്പൊ പിള്ളേരെ, ഇനി ഇവിടെ നിന്നാല് ഞാൻ തല്ലുകൊള്ളും. എന്റെ ആരോഗ്യത്തിനത് കേടാന്ന്. അതുകൊണ്ട് ഗോവ ഇവര് ബാക്കി വെക്കോ ഇല്ലയോന്നല്ലോ അടുത്ത എപ്പിസോഡ് മുതൽ കാണാം. എന്തായാലും കൊച്ചു വേളിയിൽ ഇനി ടിക്കറ്റ് ഇല്ല. ശരി, എന്നാല് ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് വല്ലാത്ത ക്ഷീണം.